എങ്ങനെ കണ്ടിരിക്കാനുള്ളതല്ലേ? എനിക്ക് കണ്ടോക്കിയത് എല്ലാവരും അഭിനയമൊക്കെ എങ്ങനെയുണ്ട്? സ്വാസിയായിട്ട് റെഡി ചെയ്തിട്ടുണ്ട്. പിന്നെ മറ്റേ നമ്മുടെ ഫസ്റ്റ് മറ്റേ ആ അവൻ്റെ അടിപൊളി. എല്ലാവരും അഭിനയമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? കുഴപ്പമില്ല മൂവിയാണ്. സാറിൻ്റെ സെക്കൻഡ് മൂവിയാണോ വളരെ എങ്ങനെയുണ്ട് പടം? എല്ലാവരും അഭിനയം എങ്ങനെയുണ്ട്? ഓൾമോസ്റ്റ് എല്ലാവരും കൊള്ളാം. എന്തൊക്കെ മെസ്സേജ് കൊടുക്കുന്നുണ്ടോ പടത്തിൽ? പെണ്ണുങ്ങളെ വെച്ചിട്ടാണല്ലോ. സ്വാസിക എങ്ങനെയുണ്ട്? സ്വാസിക കൊള്ളാം, സൂപ്പർ അഭിനയം. ഓക്കെ, നല്ല സിനിമ. എല്ലാവരും അഭിനയം എങ്ങനെയുണ്ട്? അഭിനയം നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ടല്ലോ. നല്ലൊരു ഫിലിമാണ്. എല്ലാ തലമുറയ്ക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഫിലിമാണ്. കുറച്ച് കാലത്തിന് ശേഷം നല്ലൊരു സിനിമ ഇപ്പോൾ കണ്ടത്. കുറച്ച് കാലത്തിന് ശേഷം എന്തെങ്കിലും രീതിയിൽ കുറ്റം പറയാനുള്ള വല്ലതും വെച്ചോളൂ? ഇല്ല, വളരെ നന്നായിട്ടുണ്ട്. ഈ വളരെ ബഹളവും മറ്റുള്ള കാര്യങ്ങളൊന്നും ഇല്ലാതെ ആൾക്കാർക്ക്, അതായത് എല്ലാ തലമുറയ്ക്കും, പഴയ തലമുറയ്ക്കും പുതിയ തലമുറയ്ക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ വളരെ നല്ല ചിത്രീകരണവും പാട്ടും സീനുകളും എല്ലാം വളരെ നല്ലൊരു ഫിലിമാണ്. ഏറ്റവും നല്ല സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന വിപത്തുകളെക്കുറിച്ച് എങ്ങനെ പരിഹാരം ഉണ്ടാക്കാം എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഒരു ഇതാണ്. എങ്ങനെയുണ്ട് എല്ലാവരുടെ അഭിനയം എങ്ങനെയുണ്ട്? അഭിനയങ്ങളെല്ലാം നല്ല മികച്ചതായിരുന്നു. യദുവും മറ്റ് റോളുകളുമുള്ള എല്ലാവരും നല്ലതായിരുന്നു. ഏറ്റവും കൂടുതൽ പ്രത്യേക രീതിയിലുള്ള പല സിനിമകളിൽ നിന്നുള്ളൊരു വ്യത്യസ്തമാണ്. സ്ത്രീകൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു പരിഗണനയാണ്. എങ്ങനെയുണ്ടായിരുന്നു പടം? നല്ല സിനിമ. എല്ലാവരുടെ അഭിനയം എങ്ങനെയുണ്ട്? നല്ല പടം. അഭിനയമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? നന്നായിരുന്നു. ഓക്കെ, വേറെ പ്രശ്നമൊന്നുമില്ല. നല്ല സിനിമ. ഓക്കെ, ഓവറോൾ കണ്ടിരിക്കാൻ പറ്റിയ പടമാണോ? ഓക്കെ, പടം എങ്ങനെയുണ്ട്? ഓക്കെ, രണ്ടാം സ്വാസിക എങ്ങനെയുണ്ടായിരുന്നു? എങ്ങനെയുണ്ട് ബ്രോ? ഓക്കെ, വളരെ നല്ലത്, വളരെ നല്ല സിനിമ. എല്ലാവരും അഭിനയമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? വളരെ നല്ല അഭിനയമായിരുന്നു. പഴയ സത്യനന്ദിക്കാടിൻ്റെ ഒരു പഴം പോലെയൊക്കെ തോന്നും. നല്ല പടമായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു? നല്ല ഇഷ്ടപ്പെട്ടു, കൊള്ളാം. അഭിനയമൊക്കെ നാണിയമ്മേരെ എല്ലാം നന്നായിരുന്നു. നന്നായിരിക്കുന്നു. കുറേ കാലമായിട്ടൊരു നല്ല പടം കാണുന്നു. നല്ലത്. ഇല്ല, ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ നടക്കാറുണ്ടല്ലോ. ഇപ്പം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നില്ലേ, അതിനൊക്കെ സാമ്യതയുണ്ട്. പുരാണ കാര്യങ്ങൾ അറിയാൻ ഇഷ്ടപ്പെടുന്ന ആൾക്ക് ഈ സിനിമ നന്നായിട്ട് ഇഷ്ടപ്പെടും. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ലൊക്കേഷനും അതിൻ്റെ ഷൂട്ടിങ്, അതിൻ്റെ എല്ലാ സീനറീസൊക്കെ വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇതുപോലത്തെ പടത്തെ പലരും കുറ്റം പറയാറുണ്ട്. അങ്ങനെ എന്തെങ്കിലും? കൊച്ചു പിള്ളേർക്ക് ചിലപ്പം കുട്ടികളെയും കൊണ്ട് കാണാൻ ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ട് തന്നെയായിരിക്കും, യങ്ങർ ഏജ് ഗ്രൂപ്പ്. അപ്പോൾ അങ്ങനെ ഒരു ഇതല്ലാതെ ബാക്കി അഡൽട്സിന് കാണാൻ എന്തായാലും നല്ലത് തന്നെയാണ്. സൂപ്പർ. ഇഷ്ടപ്പെട്ടോ? ഗന്ധർവ കഥകളില്ലേ, അതുപോലത്തെ ഒരു ചെറിയൊരു എല്ലാവർക്കും കണക്റ്റ് ആവും പടം? ഇല്ലില്ല, ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ പിള്ളേർക്കൊന്നും കണക്റ്റ് ആവുന്നത് ശരിക്കും അത്രയേ ഉള്ളൂ. ശരി, പഴയ ഒരു മന്ത്രവാദം അതുപോലത്തെ രീതി, അതുപോലത്തെ കുറച്ച് സംഭവങ്ങളാണ് ഗന്ധർവ കഥകൾ നമ്മൾ കേട്ടില്ലേ, അതുപോലത്തെ കുറച്ച്. എങ്ങനെ സ്വാസികയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? സോസിക നല്ല ആക്ടിങ്. സോസിക എടുത്ത് പറയണം, കിട്ടിയ റോളിൽ ഇത്രയും ഫിലിമിലും ഏറ്റവും നല്ലൊരു. അതുപോലെ നമുക്കിരുന്ന് കാണാം. നമ്മൾ ഈ പഴയ കഥകൾ കേൾക്കത്തില്ലേ, തെച്ചി കഥ കേൾക്കത്തില്ലേ, അതുപോലെ ഇരുന്ന് കാണാം. ശരിക്കും കണ്ടിരിക്കാം. അല്ല, വേറെ ഇതൊന്നുമില്ല, കണ്ടിരിക്കാം, അത്രേ ഉള്ളൂ. നോർമൽ. ഇല്ല, അവർക്ക് കണക്റ്റ് ആവില്ല, അവർക്ക് ഇഷ്ടപ്പെടില്ല. പിന്നെ ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് പറയുന്ന കഥയുടെ ഒരു മെയിൻ അതാണ്. ഒരു കാണുന്ന പ്രേക്ഷകൻ ഫുള്ളും കാണും, ഇടയ്ക്ക് നിന്ന് ഓടേണ്ട അവസ്ഥ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നമ്മൾ കാണാൻ പറ്റും. മൊത്തത്തിൽ എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല, കണ്ടിരിക്കാം, അത്രേ ഉള്ളൂ. വലിയ കഥയൊന്നുമില്ല, എങ്കിലും കണ്ടിരിക്കാം, അത്രേ ഉള്ളൂ. എങ്ങനെയുണ്ട് ചേട്ടാ മൊത്തത്തിൽ? കുഴപ്പമില്ല, നല്ല സിനിമ തന്നെ. എങ്ങനെയുണ്ട് അഭിനയമൊക്കെ? അഭിനയൊക്കെ കൊള്ളാം.